to greet this audience in the wonderful name of Jesus Christ our Lord. നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. I thank God for the 96th conference of the Church of God Kerala region. കേരള റീജിയന്റെ 96ാമത് മഹായോഗത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. There is another 96th conference taking place in Tiruvalla. മറ്റൊരു 96ാമത്തെ മഹായോഗം തിരുവല്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. I see these two conferences are the two children of one father. ഒരു പിതാവിന്റെ രണ്ട് മക്കളായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. We are not different, we are one in Christ. നമ്മൾ ഒരിക്കൽ പോലും വിഭാഗിക്കപ്പെട്ടവരല്ല, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. In faith we are one. വിശ്വാസത്തിൽ നമ്മൾ ഒന്നാണ്. In our practice we are one. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ഒന്നാണ്. In our experience we are one. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഒന്നാണ്. Nothing should divide us in the name of Jesus. ഒന്നിനെയും ഒന്നുകൊണ്ടും നമ്മെ വിഭാഗിക്കുവാൻ കഴിയത്തില്ല. And I pray that we will have the unity of the Holy Spirit in these conferences. ആത്മാവിന്റെ ഐക്യത ഉണ്ടാകേണ്ടതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I praise God for the opportunity given to me by Reverend Dr. Sunny Kuti of the overseer of this church. കേരള റീജിയന്റെ ഓവർസിയറായ റവറൻഡ് ഡോക്ടർ കെ.സി. സണ്ണിക്കുട്ടി എനിക്ക് തന്ന ഈ അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. It has been my desire to come and speak in this conference for a long time. വളരെ നാളുകളായി എൻ്റെ ഒരു ആഗ്രഹമാണ് പൂവണിഞ്ഞത്, കൺവെൻഷനിൽ വരണം, ദൈവവചനം സംസാരിക്കണം എന്നുള്ളത്. Last year when I met Dr. Sunny Kuti in US, he said, "Sir, please come and speak in our convention." കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഓവർസിയറെ ഞാൻ യുഎസിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, കടന്നു വരണം, ദൈവവചനം സംസാരിക്കണം. I said, "I will try to come at least for one session." ഒരു സെക്ഷനിലെങ്കിലും കടന്നു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. And I appreciate the invitation given to me. എനിക്ക് തന്ന അഭിനന്ദനത്തിനും എനിക്ക് തന്ന ക്ഷണത്തിനുമായി നന്ദി അറിയിക്കുന്നു. I thank God for the great servants of God sitting on the platform. ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാരെ വന്ദനം ചെയ്യുന്നു. Every one of them are so dear to me, closer to my heart. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ഹൃദയത്തിന് വേണ്ടപ്പെട്ടവരാണ്, വളരെ അടുത്തവരാണ്. Tonight I know that God and His presence is in this pandal. അത് മാത്രമല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാണ്. I thank God for the theme you have in this convention. ഈ കൺവെൻഷന്റെ തീമിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. My father has been working. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു. And I am still doing the work. ഞാനും ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. Thank God for the presence and the power and the work of the Holy Spirit. കർത്താവിന്റെ സാന്നിധ്യത്തിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും പ്രവർത്തിക്കുമായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. After the resurrection of Jesus, the work is committed to the church. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം പ്രവൃത്തി തന്റെ സഭയെ ഏൽപ്പിക്കുകയാണ്. Christ has given his commission to every brother, every sister in the church. സഭയിലെ സഹോദരി സഹോദരന്മാരെയാണ് ഈ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. And tonight we know that we are here under the presence of God. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, കാരണം നമ്മൾ ഇരിക്കുന്നത് ദൈവ മഹത്വത്തിന് കീഴിലാണ്. Two servants of God has wonderfully explained the power of God and the word of God. വചനത്തെക്കുറിച്ച് ദൈവശക്തിയെക്കുറിച്ച് രണ്ട് ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. And within the few minutes I have, I will share something God has put in my heart. ചുരുങ്ങിയ നിമിഷം കൊണ്ട് ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ആലോചന പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ. I want you to turn in your Bibles to Matthew's Gospel chapter 8 and chapter 9. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്കും 9-ാം അധ്യായത്തിലേക്കും ശ്രദ്ധയെ തിരിക്കുകയാണ്. When we come to chapter 7, towards the end of the chapter 7, 7-ാം അധ്യായം അതിന്റെ അവസാനത്തെ വേദഭാഗം, we see the end of the mountain speech of Jesus. കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ് നമ്മൾ അവിടെ കാണുന്നത്. And there we see Jesus was preaching and teaching the principles of the kingdom of God. ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള പദ്ധതികൾ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രവർത്തികൾ അവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. At the end of the speech in chapter 8, at the beginning of the chapter, അതുപോലെ 8-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങൾ, as he came down from the mountain, കർത്താവ് മലയിൽ നിന്നും ഇറങ്ങി വരികയും he began some practical ministry there. പ്രായോഗികമായിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. Every Christian must know that we are practical people. എല്ലാ ക്രിസ്ത്യാനികളും ഒരു കാര്യം അറിയണം, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ദൈവമക്കളാണ്. We are only thinking
about philosophical, but we are practical as well. നമ്മൾ ഒരിക്കൽ പോലും ബുദ്ധിപരമായിരിക്കുന്ന ചിന്ത മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിലും ദൈവശക്തി വെളിപ്പെടുത്തുന്നവരാകണം. When the church is becoming practical like Jesus was practical, കർത്താവ് എങ്ങനെയാണോ പ്രായോഗികമായത് അതുപോലെ സഭയും പ്രായോഗികമാകണം. the growth of the church will be easy. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ സഭയുടെ വളർച്ച വളരെ എളുപ്പമായിരിക്കും. And I pray that next year this bundle will be completely full. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, അങ്ങനെ സഭ ഒരു പ്രാദേശിക നിലയിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് വന്നാൽ ഈ പന്തൽ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ഉണ്ടാകും. വിശ്വസിക്കുന്നത് ഈ മക്കളെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. And I pray that God will raise up men and women in this church. അനേക സഹോദരി സഹോദരന്മാരെ ദൈവം ഉയർപ്പിക്കട്ടെ. I pray that God's blessings will be upon the Kerala region of the Church of God. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കേരള റീജിയൻ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. As we come to chapter 8 of Matthew's Gospel, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ we see Jesus started ministering to people. കർത്താവ് തന്റെ ജനത്തെ പഠിപ്പിക്കുകയാണ്. And he started to touch people and meet people and talk to people. കർത്താവ് ജനത്തെ തൊടുന്നു, കർത്താവ് ജനത്തോട് സംസാരിക്കുന്നു, ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. And I want to speak to you about the presence of Jesus. ഇന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. There are three ways we see people in these chapters, they have had the presence of Jesus. മൂന്ന് വിധത്തിലാണ് കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ജനം അനുഭവിക്കുന്നത്. Number one, people were brought into the presence of Jesus. കർത്താവിന്റെ അരികിലേക്ക് സാന്നിധ്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ് ഒന്നാമതായി. Number two, some people came by themselves to Jesus. രണ്ടാമതായി മനഃപൂർവ്വമായി അവന്റെ അരികിലേക്ക് ചിലർ വരികയാണ്. And thirdly, Jesus himself went to the person or to the people. മൂന്നാമതായി കർത്താവ് തന്നെത്താൻ ജനത്തിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. Tonight somebody is brought by somebody here in this convention. എനിക്കറിയാം ആരെയെങ്കിലും നിങ്ങൾ കൺവെൻഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം. But some of you came by your own accord. പക്ഷെ മറ്റു ചിലർ വന്നത് നിങ്ങൾ സ്വന്തമായിട്ടാണ് ഇവിടെ വന്നത്. Whether you are brought by somebody or you came by yourself, ആരെങ്കിലും നിങ്ങളെ കൊണ്ടുവന്നുവോ ഇനി നിങ്ങൾ സ്വയമേ ഇവിടെ വന്നുവോ, one thing is sure tonight here. ഒരു കാര്യം വളരെ ശക്തമാണ്, The presence of Jesus will touch you and make you whole. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടാതിരിക്കുകയില്ല, മുഴുവനുമായി ഒരു പരിവർത്തനം വരുത്താതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Hallelujah. In the first part, in verse number 1, we see a leper came to Jesus. ഒരു കുഷ്ഠരോഗിയാണ് ഒന്നാം ഭാഗത്ത് നമ്മൾ കാണുന്നത്. And he was not brought by somebody, he came by himself. ആരും അവനെ കൊണ്ടുവന്നതല്ല, അവൻ മനഃപൂർവ്വം കർത്താവിന്റെ അരികിൽ വരികയാണ്. And I think he had crossed many barriers to come to Jesus' ഒത്തിരി presence. തടസ്സങ്ങളെ തരണം ചെയ്താണ് കർത്താവിന്റെ അരികിൽ വന്നത്. He was an unclean man. ഒരു ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, He was not able to come into the society. ഒരിക്കലും സമൂഹത്തിൽ വരുവാൻ സാധ്യതയില്ലാത്ത മനുഷ്യൻ. Lepers in Jesus' days were isolated people. കർത്താവിന്റെ കാലത്ത് ഇങ്ങനെയുള്ള രോഗികളെ മാറ്റിയാണ് പാർപ്പിച്ചിരുന്നത്. They were supposed to be laying in a colony. ഏതെങ്കിലും ഒരു കോളനിയിൽ അവർ വസിക്കണമായിരുന്നു. And in case they walk out of the colony, അവര് ഈ കോളനിക്ക് വെളിയിലേക്ക് വരണമെങ്കിൽ they have to speak loud and say, I am unclean, I am unclean. അവര് ശബ്ദമുയർത്തി പറയണം, ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്, ശുദ്ധിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവർ വസിക്കുന്ന ഇടത്തു നിന്നും അവർക്ക് വരുവാൻ കഴിയുകയുള്ളൂ. I think this leper took a great risk to come to Jesus. യേശുവിന്റെ അരികിലേക്ക് വരുവാൻ ഒത്തിരി തടസ്സങ്ങൾ ഈ മനുഷ്യനുണ്ടായിരുന്നു. I think the leper learned that Jesus still performs miracles. എങ്കിലും ഈ കുഷ്ഠരോഗിക്ക് ഒരു കാര്യം അറിയാം, എന്റെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണെന്ന് അവൻ അറിയാം. He knew that it is worth taking a risk and making a journey into the presence of Jesus. അതുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് അവൻ വരുവാനായിട്ടിടയായി. I praise God for those who have come tonight with the expectation and with the faith that Jesus will touch me and heal me. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ ദൈവം എന്നെ തൊടും, ദൈവം എനിക്കൊരു അത്ഭുതം ചെയ്യുമെന്ന വിശ്വാസത്തോടെ വന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. എന്റെ ദൈവം തൊടുവാൻ ശക്തനാണ്, അവൻ പ്രവർത്തിക്കുവാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. Hallelujah. Praise the Lord. The leper man, he walked
and walked many miles maybe. ഒരു പക്ഷെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാകാം ഇവൻ യേശുവിന്റെ അരികിൽ വന്നത്. Some people could have stoned him to death. ഒരു പക്ഷെങ്കിൽ മറ്റു ചിലർ അവനെ കല്ലെറിഞ്ഞ് കാണാം ഈ യാത്രയിൽ. And some people must have taken him away from the crowd. ഒരു പക്ഷെങ്കിൽ ഈ ജനസമൂഹത്തിന്റെ മധ്യേ നിന്ന് അവനെ മാറ്റിക്കൊണ്ടുപോയി എന്ന് വന്നേക്കാം. But at last he came to the presence of Jesus. എന്തു വന്നാലും ഏറ്റവും അവസാനമായി അവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് നടന്നു കയറുവാനായിട്ടിടയായി. When he came there, he bowed before Jesus and said, Jesus, if you are willing, you can make me clean. അവൻ മുഴങ്കാൽ മടക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധമാകുവാൻ കഴിയുമെന്ന് അവൻ കർത്താവിനോട് പറയുകയാണ്. Our theme says, my Father has been working and I am still working. നമ്മുടെ കൺവെൻഷന്റെ തീം ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മഹായോഗത്തിന്റെ തീം. The same God of the Old Testament is the same God of the New Testament. പഴയ നിയമത്തിലെ നമ്മുടെ ദൈവം പുതിയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. The same God of the Acts of the Apostles is the same God in Kerala Region Convention. അപ്പോസ്തല പ്രവർത്തികളിൽ ശിഷ്യന്മാരിലൂടെ അത്ഭുതം ചെയ്ത ദൈവമാണ് കേരള റീജിയന്റെ ദൈവം. ഇന്നും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Hallelujah. Praise the Lord. Now you may have come with your difficulty. ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരത്തോടെയാകാം വന്നത്. You may have come with your uncleanness. ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു ശുദ്ധമല്ലാത്ത അനുഭവത്തിലൂടെയാകാം കടന്നു വന്നത്. Maybe some unworthy things happened in your life. ഒരു പക്ഷെങ്കിൽ ലോകത്തിന്റേതായ ഏതെങ്കിലും ഒരു മാലിന്യത്തിൽ അകപ്പെട്ട അനുഭവത്തിലാകാം. You may have come with your sin and your guilt in your life. ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റബോധത്തോടെ പാപത്തോടെയാകാം ഈ ശബ്ദം ശ്രവിക്കുന്നത്. There is someone who is working for you tonight. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. Never be ashamed to come into his presence. ഒരിക്കൽ പോലും ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ നാണിച്ചു പോകരുത്. പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. Jesus touched him and said, I am willing, make clean. യേശു അവനെ തൊട്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറയുകയാണ്. My Father has been working and I am still working. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. I pray that Kerala Region Convention will be an opportunity. ഞാൻ പറയട്ടെ, ഈ കേരള റീജിയന്റെ മഹായോഗം ഒരു അവസരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. That some miracles will happen in this convention. ഈ കൺവെൻഷനിൽ ചില അത്ഭുതങ്ങൾ നടക്കും. How many of you believe that tonight? എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു? Some miracle which never happened will happen in your life. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. Because the same God is at work tonight. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. There are 16 times in chapter 8 and chapter 9 we see the presence of Jesus coming closer to people. 16 പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഈ രണ്ട് അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. And I'm going to mention one or two more quickly because of time. ഒന്ന് രണ്ട് കാര്യം വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. If you look at verse number 5 of chapter 8, 8-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, there is somebody else coming into the presence of Jesus. കർത്താവിന്റെ അരികിലേക്ക് വരികയാണ്, പക്ഷെ മറ്റു ചിലർ അവനെ കല്ലെറിയാൻ ആഗ്രഹിക്കുകയാണ്. This is a centurion who is a man of authority. ഇവിടെ ന്യായപ്രമാണം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന ഒരുവനെയാണ് നമ്മൾ കാണുന്നത്. He is a man with full authority over 100 people. 100 മനുഷ്യന്റെ മേൽ അധികാരമുള്ള ഒരു ശതാധിപനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. But notice that he is not coming for his own problems. ഒരിക്കൽ പോലും അവന്റെ വിഷയത്തിന് വേണ്ടിയല്ല അവൻ കർത്താവിന്റെ അരികിലേക്ക് വരുന്നത്. He came to Jesus and he said, അവൻ കർത്താവിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, my servant is very sick and he is about to die. എന്റെ വീട്ടിലായിരിക്കുന്ന വേലക്കാരൻ വളരെയധികം രോഗത്താൽ ഭാരപ്പെടുന്നു എന്നാണ് പറയുന്നത്. Master, you come to my house and lay your hand upon him and heal him. ഇങ്ങനെയാണ് പറയുന്നത്, നീ വന്ന് കരം അവന്റെ മേൽ വെച്ച് അവനെ സൗഖ്യമാക്കുവാൻ പറയുകയാണ്. And he said, I am not worthy that you come to my house. അതിനുശേഷം അവൻ പറയുന്നത്, ഇത് ശതാധിപൻ, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാ, ഞാൻ യോഗ്യതയുള്ളവനല്ല. Tonight some of you are saying like that. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ പറയുന്നവരുടെ കണ്ടേക്കാം. I want you to know that God is closer to you than anybody else to you. ഞാൻ പറയട്ടെ, മറ്റാരെക്കാളും ഏറ്റവും അടുക്കൽ വരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രിയിലും അത് അനുഭവിക്കുന്ന രാത്രിയാകണം. Haven't you said that many times? Nobody cares for me, nobody understands me. ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചേക്കാം, ആരും എനിക്ക് വേണ്ടി കരുതുന്നില്ലല്ലോ, ആരും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലല്ലോ. But God will work for you tonight. ഇന്ന് രാത്രി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. If you have the faith to activate, God will do
for you. വിശ്വാസം വർദ്ധിച്ചാൽ ഇന്ന് രാത്രി അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. Hallelujah. Praise the Lord. When the centurion said those words, ഈ വർത്തമാനം ശതാധിപൻ പറഞ്ഞപ്പോൾ Jesus said, I never seen such kind of faith even in Israel. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. Hallelujah to the Lord Jesus Christ. കർത്താവിന് മഹത്വം ചെയ്യുകയാണ്. Then he told the centurion, Jesus told the centurion, ഈ ശതാധിപനോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, let it happen to your servant as you have believed it. ഓ നിന്റെ വീട്ടിലെ വേലക്കാരന് നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ സംഭവിക്കട്ടെ എന്ന് കർത്താവ് അവനോട് പറയുകയാണ്. Immediately his servant was healed and he was well. ആ സമയത്ത് തന്നെ അവന് സൗഖ്യം വന്നതായി ദൈവവചനം പഠിപ്പിക്കുന്നു. Tonight his presence is closer to you. ഇന്ന് രാത്രി അവൻ നമ്മുടെ സമീപത്തുണ്ട്. God is not distant from any of us. ഇന്ന് രാത്രി അവൻ വളരെ ദൂരത്തിലല്ല, അവൻ നമ്മുടെ അരികിൽ തന്നെയുണ്ട്. And he is still working for you. ഇന്ന് രാത്രിയിലും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. As you carry on reading the same chapter, ഈ അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ when you come to verse number 14, 14ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ here Jesus is getting into a house. യേശു ഒരു വീട്ടിന്റെ അകത്തേക്ക് വരികയാണ്. Oh, that is a wonderful experience, isn't it? ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണല്ലയോ? The two examples I said, they came to Jesus. ചിലര് യേശുവിന്റെ അരികിലേക്ക് വന്നു. Now this time Jesus is going to them. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യേശു അവരുടെ അരികിലേക്ക് പോവുകയാണ്. Whether you come to him or he comes to you, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അരികിലേക്ക് വരികയോ യേശു നിങ്ങളുടെ അരികിലേക്ക് വരികയോ, his work will always be the same. ഇത് രണ്ടും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്ന അവന്റെ കരമാണ്. Tonight Jesus is coming to you, some of you tonight. ഇന്ന് രാത്രി ചിലരുടെ അരികിലേക്ക് കർത്താവ് വരികയാണ്. And he wants to touch you, he wants to speak to you. നിങ്ങളെ തൊടുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ അരികിലേക്ക് അവൻ വരികയാണ്. Jesus went to Peter's mother-in-law's house. മർത്തോസിന്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുകയാണ്. And she was very sick. നാം ഇങ്ങനെയാണ് കാണുന്നത്, വളരെ കഠിന ജ്വരം ബാധിച്ച് അവൾ But ഇരിക്കുകയാണ്. Jesus touched her. യേശു അവളെ തൊട്ടു. Immediately the fever left her. അവളുടെ കഠിന രോഗം പനി വിട്ടുമാറുവാനായിട്ടിടയായി. What a mighty miracle, Jesus' presence. എത്ര അത്ഭുതകരമായ ഒരു വിടുതലാണ് ദൈവ സാന്നിധ്യത്തിൽ അവിടെ നടന്നത്. When you come to him, when he comes to you, യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നാലും നിങ്ങളുടെ അരികിലേക്ക് യേശു വന്നാലും the miracle is the same. അത്ഭുതം എന്ന് പറയുന്നത് ഒരുപോലെയാണ്. And carry on. And God can do the same thing for you even tonight. ഇന്ന് രാത്രിയിലും അത്ഭുതം ചെയ്യുവാൻ അവന്റെ കരം ശക്തമാണ്. But evening came, the Bible says in the next verse. അടുത്ത വേദഭാഗത്ത് ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. And when the evening came, അതിന്റെ സന്ധ്യാസമയം വന്നപ്പോൾ there were many demon-possessed people were brought to Jesus. യേശുവിന്റെ അരികിൽ ഭൂതബാധിതരായ അനേകരെ കൊണ്ടുവരുവാനായിട്ടിടയായി. I want to see some of our churches are doing some wonderful ministries of casting out demons in the name of Jesus. എനിക്കറിയാം നമ്മുടെ സഭ ഭൂതങ്ങളെ പുറത്താക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷ ചെയ്യുന്ന സഭകളുണ്ട്. അത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. One of my friends was telling me a story. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. And he went to cast out a demon from a Christian. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഇതുപോലെ ഭൂതം ബാധിച്ച ഭൂതത്തെ പുറത്താക്കേണ്ടതിന് പോയ കഥയാണ് പറഞ്ഞത്. And he stood before him and he was praying for him. അതിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ചു. And as he was praying, the Lord's Holy Spirit revealed to him. അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. That in that man there is more demons than non-Christian. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്. എന്തുമാത്രം ക്രിസ്ത്യാനിയായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ അതിനേക്കാളും ഭൂതമാണ് അദ്ദേഹത്തിൽ ബാധിച്ചിരിക്കുന്നത്. So he said, I wanted to tell you, this man, the Christian, you come out of the demon. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, പിശാചിന്റെ അകത്ത് നിന്ന് ക്രിസ്ത്യാനി പുറത്തു വാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I hope we don't have to say like that in our churches. ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെ വേദനിപ്പിച്ചില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. And I pray that our people will be
empowered and they will be able to be equipped to cast out demons in Jesus' name. ഞാൻ പറയട്ടെ, അത്ഭുതകരമായ ശുശ്രൂഷ ചെയ്യുന്ന ആത്മാവിന്റെ ഫലത്തോടെ ഭൂതങ്ങളെ പുറത്താക്കുന്ന ദൈവമക്കളുണ്ട്. ഇനിയും അങ്ങനെ സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. The same Jesus who cast out demons in the New Testament days, പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ സാത്താന്യ ശക്തികളെ ഫൽസിച്ച പുറത്താക്കി അതേ കർത്താവ്, and he still does the work through you and through me. ഇതേപോലെ തന്നെ നമ്മിലൂടെ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഭൂതങ്ങളെ പുറത്താക്കുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. Let me ask you, Church of God Kerala region, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കേരള റീജിയൻ സഭകളോട്. when was the last time a demon came out of a person in your church service? ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഏറ്റവും അവസാനമായി ഭൂതം ബാധിച്ച ഒരു വ്യക്തി നിങ്ങളുടെ സഭയിൽ വന്നത്? When was the last time a sick person was healed instantly in Jesus' name in our churches? നിങ്ങളുടെ സഭയിൽ ഏറ്റവും അവസാനമായി രോഗം ബാധിച്ച ഒരു വ്യക്തി എന്നാണ് സൗഖ്യം പ്രാപിച്ചത്? I tell you that we must get ready that God will work through us in these last days. നിങ്ങൾ ഈ സമയങ്ങളിൽ ഒരുക്കപ്പെട്ട ഇതൊരു അന്ത്യകാലമാണ്. നിങ്ങളിലൂടെ അത്ഭുതം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. Hallelujah. Praise the Lord. Then I want to move to verse number 23 onwards. അതിന്റെ 23-ാമത്തെ വേദഭാഗം. Now Jesus is in the boat now with his disciples. ഇപ്പോൾ കർത്താവ് പടകിൽ ശിഷ്യന്മാരോടൊപ്പമായിരിക്കുന്നു. And they're going to the other side of the Sea of Galilee. അവർ മറുകരയിലേക്ക് പോവുകയാണ്, ഗലീല കടലിന്റെ മറുകരയിലേക്ക് The പോവുകയാണ്. wind and the wave came and rushed on their boat. ആ സമയത്ത് വലിയ കുഴഞ്ഞ പ്രതികൂലങ്ങളും കാറ്റുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. And the boat was about to be sinking. ഏകദേശം ബോട്ട് മുങ്ങിപ്പോകും, ഈ പടക് മുങ്ങിപ്പോകും എന്നുള്ള അവസ്ഥയിലെത്തി. But Jesus was there, but he was sleeping in the boat. ആ പടകിൽ അമരത്ത് തലവെച്ച് കർത്താവ് കിടന്നുറങ്ങുകയായിരുന്നു. Then verse 25 tells us, അതിന്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. then they came to Jesus. അവർ കർത്താവിന്റെ അരികിൽ വന്ന്, They said, Lord, save us. ഇങ്ങനെയാണ് നിലവിളിച്ചു പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചവനെ ഉണർത്തുകയാണ്. And then they woke him up in that boat. ആ പടകിൽ അവനെ ഉണർത്തുകയാണ്. Oh, then Jesus woke up and he calmed the wind and the sea, and there was great calm on that day. കർത്താവ് ഉണർന്നിങ്ങനെയാണ് പറഞ്ഞ്, കടലേ ശാന്തമാകുക, കാറ്റേ അടങ്ങുക എന്ന് കർത്താവ് കൽപ്പിക്കുവാനായിട്ടിടയായി. His disciples were 24/7, they were with Jesus. കർത്താവിന്റെ ശിഷ്യന്മാർ 24 മണിക്കൂറും കർത്താവിനോട് കൂടെയാണ്. They ate with him, they talked with him, they saw miracles with him. കർത്താവിന്റെ കൂടെ ആഹാരം കഴിച്ചു, കർത്താവിന്റെ കൂടെ നടന്നു, കർത്താവിന്റെ കൂടെ അത്ഭുതങ്ങൾ ചെയ്തു. And they saw mighty miracles Jesus performing. കർത്താവ് ചെയ്ത അത്ഭുതകരമായ അതിശയകരമായ അത്ഭുതങ്ങളൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. But they never came closer to Jesus. എന്നാൽ അവർ ഇത്രയ്ക്കും അടുത്ത കർത്താവിന്റെ അരികിൽ വന്നിട്ടില്ല. Though they know mentally about Jesus, യേശുക്രിസ്തുവിനെ അവരുടെ ബുദ്ധി കൊണ്ട് അറിയാമെങ്കിലും they never felt Jesus in their heart. എന്നാൽ അവരുടെ ഹൃദയം കൊണ്ട് അറിയുന്നതിൽ അവർ പരാജയപ്പെട്ടിരുന്നു. But tonight God wants us to know him from our hearts. ഞാൻ പറയട്ടെ, ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ബുദ്ധി കൊണ്ട് അവനെ അറിയാനല്ല, ഹൃദയം കൊണ്ട് അറിയാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. We must come closer and closer to him. ഓരോ ദിവസവും അവനോട് അടുത്തടുത്ത് വരിക. Not only when bad things happen to us. ഒരുപക്ഷെങ്കിൽ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ മാത്രമല്ല അവന്റെ അടുക്കൽ വരുന്നത്. God is a good God in good times and in bad times. നമ്മുടെ കർത്താവ് നല്ലവനാണ്. നല്ലത് സംഭവിക്കുമ്പോഴും അവൻ നല്ലവനാണ്. ചില കഷ്ടപ്പാട് സംഭവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നല്ലവനാണ്. Let us never take advantage of God's grace. ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വരുമ്പോൾ മറ്റു ചിന്താഗതികൾ ഉണ്ടാകരുത്. We must get closer to him and receive the power of his work upon our lives. ഓരോ ദിവസവും അവനോട് അടുത്തു വന്ന് അവന്റെ ശക്തി സ്വീകരിക്കുന്നവരായി മാറണം. I pray that God will use each and every one of us in that manner. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Then I will mention one more, then I'm going to wrap up. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Move to chapter number 9 quickly, please. 9-ാം അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കട്ടെ. Matthew is explaining a wonderful story here. ഇവിടെ ഒരു പ്രത്യേക കഥയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. Some people carried a man who was paralyzed. ഇവിടെ തളർന്നുപോയ ഒരു മനുഷ്യനെ
പക്ഷപാത രോഗിയെ ചിലർ ചുമന്നുകൊണ്ടുവരികയാണ്. And they brought him to Jesus. യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. Remember, he still works as his father works. നമ്മൾ വളരെ ചിന്തിക്കണം, പിതാവ് എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ പുത്രനും പ്രവർത്തിക്കുവാൻ കഴിയും. The four gospels are full of the works of Jesus. 4 സുവിശേഷങ്ങളും കർത്താവിന്റെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട സുവിശേഷങ്ങളാണ്. But the end of the four gospels is not the end of the work of God. ഞാൻ പറയട്ടെ, 4 സുവിശേഷന്റെ അവസാനം എന്ന് പറയുന്നത് അത് ഒന്നിന്റെയും അവസാനമല്ല. കർത്താവ് തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചിട്ടില്ല. At the end of the John's gospel there is a beginning of Acts of the Apostles. ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ ആരംഭമാണ്. Acts of the Apostles is fully packed with the presence and the power and the work of Jesus. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വന്നാൽ അവിടെ മുഴുവനും ശക്തമായ ദൈവത്തിന്റെ പ്രവൃത്തിയും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന പുസ്തകമാണ്. That which happened or began in the Gospels, it continues in the Acts of the Apostles. എന്തൊക്കെയാണോ സുവിശേഷത്തിൽ ആരംഭിച്ചത് അത് പ്രവൃത്തിയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. When we come to Acts chapter 28, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28 വരുമ്പോൾ there is no more chapters afterwards. അതിനുശേഷം മറ്റൊരു അധ്യായവും നമ്മൾ കാണുന്നില്ല. And I told another church the other day, എന്നാൽ മറ്റൊരു ദിവസം ഞാൻ ഒരു സഭയിൽ ഇങ്ങനെ പറഞ്ഞു, you have to write chapter 29. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 21ാമത്തെ അധ്യായം നമ്മളാണ് രചിക്കേണ്ടത്. The Church of God Kerala region must write many chapters. ഞാൻ പറയട്ടെ, ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയനിലെ സഭ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇതിനെക്കുറിച്ചുള്ള രേഖപ്പെടുത്തുന്ന ചില അനുഭവത്തിലേക്ക് വരണം. അതാണ് ദൈവദാസൻ ആഗ്രഹിക്കുന്നത്. Not to add to the Bible, ഒരിക്കൽ പോലും വേദപുസ്തകത്തിന്റെ മറ്റ് ചിന്തകളല്ല. because we cannot add anything or take out anything from the Bible. വേദപുസ്തകത്തിൽ നിന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയത്തില്ല. But the work of the Lord Jesus under the power of the Holy Spirit must continue to walk. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളത് തുടരുന്നതാകണം പുതിയ നിയമസഭ. Because he is still working. എന്തുകൊണ്ടെന്നാൽ ഇന്നും നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. Some Christians believe that the miracles have ceased. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് അത്ഭുതങ്ങൾ മുദ്രയിടപ്പെട്ടു പോയി എന്നാണ് വിശ്വസിക്കുന്നത്. Others believe that there is no more baptism of the Holy Spirit. ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. Some know that they don't believe in the miracles in the name of Jesus. യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ വിശ്വസിക്കാത്തവരുണ്ട്. Many churches they don't practice the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ അത് വിശ്വസിക്കാത്ത സഭകളുണ്ട്. But can I tell you one more time in the Holy Spirit? എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, My Father has been working until now. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു. And I am also working. അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. The one who began the work in you, ഞാൻ പറയട്ടെ, നിങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ച ദൈവം he has not finished with you yet. ഒരിക്കൽ പോലും അത് അവൻ നിങ്ങളിൽ അവസാനിപ്പിച്ചിട്ടില്ല. And he will continue to ഓ, work. ഇപ്പോഴും അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി അവനെ സ്തുതിച്ചാട്ടെ. Hallelujah. Praise the Lord. God's work is continually progressively moving on in our world today. ദൈവത്തിന്റെ പ്രവൃത്തി അത് തുടർമാനമായി അത്ഭുതകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Let me close by saying this particular incident. ഈ പ്രത്യേക സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, You see, this paralyzed man was carried on a bed. ഒരു ബെഡിലാണ് ഈ മനുഷ്യനെ ചുമന്നുകൊണ്ടുവന്നത്. കിടക്കയോടെ അവനെ He കൊണ്ടുവന്നു. was brought into the presence of Jesus. യേശുവിന്റെ സാന്നിധ്യത്തിലേക്കാണ് വരുന്നത്. Then Jesus told him, യേശു ഇങ്ങനെയാണ് അവനോട് പറയുന്നത്, Son, your sins are forgiven. മകനെ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. Maybe the 4 people who brought the man said, that's not what we came for. ഒരുപക്ഷെങ്കിൽ ഈ കൊണ്ടുവന്ന 4 പേര് കർത്താവിനോട് പറഞ്ഞു കാണും, കർത്താവേ, ഇതിനല്ല ഞങ്ങൾ ഇവനെ ചുമന്നുകൊണ്ടുവന്നത്. But God knows what you need in your life. എന്നാൽ കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിലെ ആവശ്യം എന്തെന്ന്. നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാം. Some of us need our inner healing before our physical healing. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു വലിയ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നത് പുറമേയുള്ള സൗഖ്യത്തെക്കാൾ. What is the purpose of external healing and internal sickness? എന്താണ് ഈ പുറമേയുള്ള സൗഖ്യവും അകമേയുള്ള സൗഖ്യത്തിന്റെയും ആവശ്യകത? There are many Christians, I'm sorry to say, internally they are sick,
but externally they are happy and they're rejoicing. എന്നാൽ ചില ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്, അകമേ വളരെ രോഗമുള്ളവരാണ്, എന്നാൽ പുറമേ വളരെ ശക്തിയുള്ളവരാണ്. Jesus is the greatest physician. ഞാൻ പറയട്ടെ, കർത്താവാണ് ഒരു നല്ല വൈദ്യൻ, അവൻ മാത്രമാണ് പരമവൈദ്യൻ. He is first of all the doctor of your soul. ഞാൻ പറയട്ടെ, അവൻ നമ്മുടെ ആത്മാവിന്റെ വൈദ്യനാണ്. Then he is the doctor of your body, soul and spirit. ഞാൻ പറയട്ടെ, ദേഹത്തിന്റെയും ദേഹിയുടെയും ആത്മാവിന്റെയും ഡോക്ടറാണ്, പരമവൈദ്യനാണ് നമ്മുടെ കർത്താവ്. He still forgives sins. Hallelujah. അവൻ ഇന്നും പാപങ്ങളെ മോചിക്കുന്നവനാണ്. He still heals bodies. അവൻ സൗഖ്യം തരുന്നവനാണ്. I believe in the healing in the name of Jesus. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ചില ജനത്തിനമേ രോഗസൗഖ്യം ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. Hallelujah to the Lord. യേശുവിനെ മഹത്വം അർപ്പിക്കുന്നു. I'm so proud of the beginning of the Church of God. ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ആരംഭത്തെ കുറിച്ച് അഭിമാനമുള്ളവനാണ്. The American missionary Robert F. Cook came to Kerala. റോബർട്ട് എഫ് കുക്ക് കേരളത്തിൽ വന്നതിനെ കുറിച്ച് നമുക്കറിയാം. And we see that people of Kerala region and Kerala state, they were all together at the time. കേരള റീജിയനിലെയും സ്റ്റേറ്റിലെയും ദൈവമക്കൾ ഒന്നിച്ചാണ് ആ സമയത്തായിരുന്നത്. But history says that majority of the people were from the Kerala region at the time. ഞാൻ പറയുന്ന ചരിത്രം ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. But we see that when Robert Cook, when he prayed for people in the name of Jesus, റോബർട്ട് കുക്ക് ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. there were many healings recorded. ആ സമയത്ത് വളരെ സൗഖ്യം അവിടെ പ്രദർശനമായി കാണുകയുണ്ടായി. Many demons were cast out. ഒത്തിരി ഭൂതങ്ങൾ വിട്ടുമാറി. But when Robert Cook left Kerala ഈ കേരളം വിട്ട് റോബർട്ട് കുക്ക് പോയതിനു ശേഷമായി in 1950, 1950 are there any more miracles in the Church of God? അതുപോലെയുള്ള അത്ഭുതങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. Miracles are not focused on Robert Cook only. No. ഞാൻ പറയട്ടെ, അത്ഭുതങ്ങൾ റോബർട്ട് എഫ് കുക്കിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല. Robert Cook came and Robert Cook is gone. റോബർട്ട് കുക്ക് എന്ന് പറയുന്ന ആ നല്ല മിഷണറി ഇവിടെ വന്നു, അദ്ദേഹം മടങ്ങിപ്പോയി. Many missionaries came and worked and they're gone. ഒത്തിരി ദൈവദാസന്മാർ മിഷണറിമാർ ഭാരതത്തിൽ വന്നിട്ടുണ്ട്, അവർ പ്രവർത്തിച്ചവർ മടങ്ങിപ്പോയി. Our overseers will come, overseers will go. നമ്മുടെ ദൈവദാസന്മാർ ഓവർസിയർമാർ കടന്നു വരും, പ്രവർത്തിക്കും, അവർ പിന്നീട് മറ്റു ശുശ്രൂഷകൾ ചെയ്യും. But there is someone who continues the work. എന്നാൽ മറ്റുള്ളവർ മറ്റു ചില പ്രവർത്തികൾ ചെയ്യും. And the one who continues the work is Jesus. ഞാൻ പറയട്ടെ, തുടർമാനമായി പ്രവർത്തി ചെയ്യുന്ന ഒരുവൻ മാത്രമേയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. കരമുയർത്തി അവനെ സ്തുതിച്ചാട്ടെ. He still works, brothers and sisters. ഇന്നു രാത്രിയിലും അവൻ പ്രവർത്തിക്കുന്നു. He's still working for you. ഇന്നു രാത്രിയിലും അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. No matter what the world tells about you. അതാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. We see that this man came closer to Jesus. ഈ പക്ഷപാത രോഗി യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. After forgiving his sins, അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടതിന് ശേഷമായി told the man to pick up his mat and walk. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവൻ കിടക്ക എടുത്തുകൊണ്ട് നടന്നു പോകുന്ന കാഴ്ച കാണുകയാണ്. My father works and I am still working. എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഇന്നു ഞാനും പ്രവർത്തിക്കുന്നു. And immediately he picked up his mat and he walked. വളരെ പെട്ടെന്ന് അവൻ ആ കിടക്ക എടുത്തുകൊണ്ട് നടന്നു പോവുകയാണ്. Kerala region is about to walk more miles. ഞാൻ പറയട്ടെ, കേരള റീജിയൻ സഭകളോട് ആത്മാവിൽ ഒരു ദൂത് പ്രവചിച്ചു പറയുകയാ, ഒത്തിരി മൈൽ മുന്നോട്ട് നടക്കുവാനുണ്ട്. അത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇനിയും മുന്നോട്ട് പോകുന്ന ചില ദിനങ്ങളുണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. സന്തോഷമുള്ള ദൈവമക്കളെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. There are more miles to cover in Kerala region. കേരള റീജിയൻ സഭയെ അനേക മൈലുകൾ നമുക്ക് കടന്നു ചെല്ലാനുണ്ട്. There is more work to be done in Kerala region. കേരള റീജിയൻ സഭയെ ഒത്തിരി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. Overseer cannot do it by himself. നമ്മുടെ ബഹുമാനപ്പെട്ട ദൈവദാസൻ ഓവർസിയർ ഡോക്ടർ കെ.സി. സണ്ണിക്കുട്ടി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അത് ചെയ്തു തീർക്കുവാൻ കഴിയുകയില്ല. The council members cannot do alone. നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിൽ മെമ്പർമാർക്ക് അത് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുകയില്ല. Our departments cannot do it alone. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. Thank God that my father is still working. പക്ഷേ ഞാൻ നന്ദി പറയുകയാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിതാവുണ്ട്. അതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. That Jesus is still working. നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രിയിലും അവൻ പ്രവർത്തിക്കുന്നു.
പ്രവർത്തിക്കുന്നു. God says, I will work. Who will stop me? ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? I will work and who will stop me? ഇങ്ങനെയാണ് ദൈവവചനം പഠിച്ചപ്പോൾ മനസ്സിലായത്, ദൈവം പ്രവർത്തിക്കും, ആര് തടുക്കുവാനിടയാകും? His work is continually going on in your lives. അവന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തുടർമാനമായി സംഭവിക്കുകയാണ്. God has not finished with Kerala region yet. കേരള റീജിയനെ ദൈവസഭയെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. God is still working through every one of you. നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. God is working through every servants of God here. എല്ലാ ദൈവദാസന്മാരുടെയും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. Why? Not because we have a good administrative system. അതൊരിക്കൽ പോലും ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉള്ളത് കൊണ്ടല്ല. Because my father has been working. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പിതാവ് പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് അതിന്ന് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നടക്കുന്നു. And Jesus is also working. നമ്മുടെ കർത്താവും പ്രവർത്തിക്കുന്നു. May I thank you for listening to me tonight. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. What a joy it is for me to be here to call you my brothers and sisters. എത്രയോ വലിയ സന്തോഷമാണ് എനിക്ക് നിങ്ങളെ എന്റെ സഹോദരി സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൽ. I'm not a stranger. ഞാൻ ഒരിക്കലും ഒരു അപരിചിതനല്ല. I'm your brother. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. I'm your brother forever. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. എന്ന് നിങ്ങളുടെ സഹോദരനായി ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I will stand with you and I will support you and I'll pray for you. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. May God bless you. ദൈവം നമ്മെ എല്ലാവരെയും